ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. റിപ്പോർട്ട് ചെയ്ത ആൾക്ക് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ശരിയാ. മേനോന്റെ ആൾക്കാര് അയാളെ എങ്ങനെയെങ്കിലും കണ്ടെത്തും. അതിനു മുൻപ് നമ്മൾ അയാളെ കണ്ടെത്തി അവരിൽ നിന്ന് രക്ഷിക്കണം. ആ വീഡിയോയും ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. ഇനി ഈ വീട്ടില് ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. എനിക്കെല്ലാം മതിയായി. അയ്യോ ചെറിയമ്മേ, പോകരുത് ചെറിയമ്മേ, പ്ലീസ്. ഇനി ഈ വീട്ടിൽ നിന്നാ എന്റെ മോളുടെ കല്യാണം നടക്കില്ല. നിന്റെ പേരും പറഞ്ഞ് എല്ലാവരും കൂടി അത് മുടക്കും. വാ മോളെ, വാ. എനിക്ക് ഈ ജീവിതത്തിൽ കല്യാണം വേണ്ട. എനിക്ക് ഈ ജീവിതത്തില് കല്യാണം വേണ്ട. എന്റെ കല്യാണത്തിന്റെ പേരില് ആരും അശ്വതിയുടെ കല്യാണം മുടക്കില്ല. അശ്വതിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇനിയും നീ എന്നെ പറ്റിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്റെ അമ്മയാണ് സത്യം. ഈശ്വരാ, ഞാൻ ഈ പറയുന്നതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ശരി, ഈ ഒരു തവണത്തേക്ക് കൂടി ഞാൻ നിന്നെ വിശ്വസിക്കാം. പക്ഷേ ഈ വാക്ക് തെറ്റിച്ച പിന്നെ എന്നെ എന്റെ മക്കളെ നീ കാണില്ല. വാ മോളെ, വാ. ഹലോ സഞ്ജയ് സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ഒരു ഹോട്ട് ന്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? സഞ്ജയ് സാർ, ഇത് ഞങ്ങൾക്ക് തന്നെ തരണം. വേറെ ആർക്കും കൊടുക്കരുത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വീഡിയോ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തേക്ക്. ഓക്കെ, ഡൺ. ആ ശരി. ഹലോ ഹലോ ജെഡി, സർ. ആ ന്യൂസ് ഒന്ന് നോക്ക്. ഇപ്പൊ നോക്കാം സർ. ഉടനെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും പുറത്തു വരരുത്. സർ. ഓക്കെ. ബാംഗ്ലൂരിൽ നിന്നും വന്ന കണ്ടെയ്നർ ലോറിയിൽ നിന്നും കേരള പോലീസിന്റെ സ്പെഷ്യൽ ടീം ബന്ദികളാക്കപ്പെട്ട കുറെ കുട്ടികളെ രക്ഷിച്ചു. മനുഷ്യക്കടത്തിനായി ഇവരെ ഷിപ്പിംഗ് യാർഡിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. പിടിക്കപ്പെട്ട ഡ്രൈവർ ആത്മഹത്യ ചെയ്തതിനാൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല. ഈ ഓപ്പറേഷന് പിന്നിൽ പ്രവർത്തിച്ച പോലീസിന്റെ അണ്ടർ കവർ ഓഫീസേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമല്ല. ഈ സ്പെഷ്യൽ ടീമൊക്കെ ഏതാണോ? എന്നാലും ഈ പോലീസുകാരെയൊക്കെ സമ്മതിക്കണം. ഇവരിതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നോ എന്തോ. ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് കരുതപ്പെടുന്നു. അതൊക്കെയാണ് അവരുടെ മിടുക്ക്. കേരള പോലീസിനെ സുമ്മാവാ. നീ എന്നാ നനച്ച കേരള പോലീസെ പറ്റി? ரொம்ப സ്ട്രോങ്ങടാ.
മോനെ നിനക്ക് എന്താ പറ്റിയേ? എന്തിരിപ്പായി ഇരിക്കുന്നേ? നീ എന്താ ആഹാരം കഴിക്കാതിരിക്കുന്നത്? ദാ ഞാൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേറ്റ് വന്ന് കഴിക്കും. എനിക്കൊന്നും വേണ്ട. അമ്മ ഇതുകൊണ്ടൊന്ന് പോവോ? ഇല്ല, നീ കഴിക്കാതെ ഞാൻ പോവില്ല. നിനക്കെന്താ പറ്റിയെന്ന് അമ്മയോട് പറ. ഇത് വലിയ ശല്യമല്ലോ. കണ്ടോ, നിനക്ക് വെറുതെ ദേഷ്യം വരിക. ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്തോ ഒരു വലിയ വിഷമമുണ്ട്, അത് ഉറപ്പാ. അശിതയായിട്ടുള്ള വിവാഹത്തോട് നിനക്ക് താല്പര്യമില്ലേ? അതാണോ നിന്റെ സങ്കടം? നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമായില്ലെങ്കിൽ നീ കെട്ടണ്ട മോനെ. എനിക്ക് ഇഷ്ടമായില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഈ കല്യാണം തീരുമാനിക്കുന്നത് വരെ സന്തോഷമായിട്ട് നടന്ന പയ്യനല്ലേ നീ? പൂർണിമ നിന്റെ ചേച്ചിയൊക്കെ തന്നെയാ എന്ന് കരുതി അവൾ പറയുന്നതെല്ലാം കണ്ണു പഠിച്ചനുസരിച്ച് ജീവിക്കണമെന്നൊന്നുമില്ല. പൃഥ്വി മോനെ, നിനക്ക് ആ പെണ്ണിനെ വേണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കാം. അതിന്റെ പേരിൽ എന്റെ മോൻ ഭക്ഷണം കഴിക്കാതിരിക്കൊന്നും വേണ്ട. അമ്മേ, ഇത്രയും നേരം ഞാൻ മര്യാദക്കാ സംസാരിച്ചോണ്ടിരുന്നത്. വെറുതെ എന്റെ ദേഷ്യം പിടിപ്പിക്കാതെ പോയമ്മേ. പിന്നെ കല്യാണം എനിക്ക് അശിതയെ ഇഷ്ടമാണ്. ഇനി അതിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു ഉണ്ടാക്കണ്ട. ആരാ ഫോണില്? അമ്മയ്ക്ക് ഇത് എന്തൊക്കെ അറിയണം? ഹലോ. എല്ലാം നശിപ്പിച്ചിട്ട് വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന രക്ഷപ്പെട്ടു എന്ന് കരുതിയോ നീ? ഏയ്, എത്രയും പെട്ടെന്ന് നീ പുറത്തേക്ക് വരണം. ഹലോ ഹലോ ഹലോ. പൃഥ്വി മോനെ നിക്ക്. ദേ നീ ഇത് കഴിച്ചിട്ട് പോ. വന്നിരിക്കേ, വാ, വന്ന് കഴിച്ചിട്ട് പോ. മനുഷ്യന്റെ സമാധാനം കളയാതൊന്ന് പോയമ്മേ. പൃഥ്വി കഴിച്ചിട്ട് പോ, പറയുന്നത് കേക്ക്. എല്ലാത്തിനും കാരണം പൂർണ്ണിമ ഒറ്റ വ്യക്തിയാ. എന്റെ മോന്റെ സമാധാനം അവള് നശിപ്പിച്ചത്. ആ സംഭവം ആരെങ്കിലും കണ്ടെന്നോ ന്യൂസ് ആകുമെന്നോ നമ്മളൊന്നും വിചാരിച്ചില്ലല്ലോ. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. റിപ്പോർട്ട് ചെയ്ത ആൾക്ക് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ശരിയാ. മേനോന്റെ ആൾക്കാര് അയാളെ എങ്ങനെയെങ്കിലും കണ്ടെത്തും. അതിനു മുൻപ് നമ്മൾ അയാളെ കണ്ടെത്തി അവരിൽ നിന്ന് രക്ഷിക്കണം. ആ വീഡിയോയും ഡിലീറ്റ് ചെയ്യിപ്പിക്കണം.